ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനോ തേർഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോ ഗേറ്റ് എക്സാം എഴുതുന്ന സമയത്ത് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആ സിലബസിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, ഡയറക്ട്ലി ഫോമിൽ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഗേറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, വാസ്റ്റ് സിലബസ് ആണ്, ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക് എടുത്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഗേറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സബ്ജക്ട്സ് സെലക്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് എഫക്റ്റീവായി ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ട് നമുക്ക് മെയിൻ സബ്ജക്ട്സ് ഒന്ന് മനസ്സിലാക്കാം. അതായത് മെയിൻ സബ്ജക്ട്സ് മാത്രമാണ് പറയുന്നത്: ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, മോസ്, സ്ട്രക്ചറൽ അനാലിസിസ്. ഇതിനകത്ത് നമുക്ക് ഇത് കൂടാണ്ട് നമുക്കറിയാം അടുത്ത നമുക്ക് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോസും സ്ട്രക്ചറൽ അനാലിസിസ് ഇവിടെ പോയി. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് കളയാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ യു ആർ ഹാവിങ് വാട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത, മാത്സിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇഫ് ഇപ്പോൾ നമുക്കൊരു ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻറ്റിനോ തേർഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോ ഗേറ്റ് എക്സാം എഴുതുന്ന സമയത്ത് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ടു, ഈ രണ്ട് ടോപ്പിക്സ് വെച്ച് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ഗേറ്റ് എക്സാമിന് ടോട്ടലി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം 10 ആണ്. ഓക്കെ, ഈ 10 എണ്ണത്തിൽ 5 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ബാക്കി 5 എണ്ണം എന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. സോ ഇറ്റ് വിൽ മേക്ക് അപ്പ് എ ടോട്ടൽ ഓഫ് 15 മാർക്സ്. 15 മാർക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും ദാൻ ഫ്രം ടെക്നിക്കൽ സൈഡ്. ടെക്നിക്കൽ സൈഡിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് കിട്ടുക. ആൻഡ് മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 13 ആണ് നോർമലി, ഒരു 9 to 13 ആണ് പറയാം. എന്നാലും ഒരു ആവറേജ് നമുക്ക് 10 ഇടാം. ഓക്കെ, 10 ഇട്ടാൽ 10 + 15 യു വിൽ ഗെറ്റ് എ ടോട്ടൽ ഓഫ് 25 മാർക്സ് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഓൺ ആവറേജ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒരു +10 അല്ലെങ്കിൽ +13 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്, അല്ലേ? നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ച് 33 ഒക്കെ സ്കോർ വലിയ ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ വലിയ നല്ല കുഴപ്പമില്ലാത്ത ഒരു സ്കോറാണ്. അപ്പം ഇവർ രണ്ടുപേരെയും ആദ്യം പ്രിപ്പയർ ചെയ്യുക. മാത്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും വിടാതെ പഠിക്കുക. ബിക്കോസ് ഇവർ രണ്ടുപേരെയും നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ്. ബാക്കി സബ്ജക്ട്സിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഗേറ്റ് എക്സാം ഇസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗേറ്റ് എക്സാമിന് പൊതുവെ ടെക്നിക്കൽ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് വരാറില്ലെന്ന് തന്നെ പറയാം. അപ്പം റിപ്പീറ്റഡ് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ ഫസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമുക്കൊരു കൺസോളിഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അതിനകത്ത് ഡയറക്ട്ലി ഫോമിൽ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഒരു വർഷം ചോദിക്കുന്ന രീതി ആയിരിക്കത്തില്ല അടുത്ത വർഷം ചോദിക്കുന്നത്. സോ നമുക്കൊരു പാറ്റേണിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരിക്കും. സോ ടെക്നിക്കൽ സബ്ജക്ട്സിന് ആ ഒരു വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു എക്സാമായിട്ട് ഗേറ്റ് എക്സാമിനെ കരുതാൻ പറ്റും. ഇനി നമുക്ക് വേറെ നമ്മൾക്ക് ഇതിനകത്ത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സർവേയിങ് ഒക്കെ ഉണ്ട്, ക്വാണ്ടിറ്റി സർവേയിങ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് ആൾക്കാരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ഗേറ്റ് എക്സാമിന് നമ്മൾ ടോപ്പിക് വൈസ്, സബ്ജക്ട് വൈസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട്സ് അല്ല, ടോപ്പിക്സ് മനസ്സിലാക്കി ആ ടോപ്പിക്സിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം ഒരു ഏകദേശം വരെ ഒരു 108 ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ, അതൊരു നമ്മൾ കുറച്ച് വർഷങ്ങളെ എടുത്തു വെച്ചിട്ട് ഒരു അനാലിസിസ് നടത്തിയതിൻ്റെ പേരിലാണ് ഈ 108 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇതിനെ മൊത്തത്തിൽ 3 തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയും. അത് നമുക്ക് ഒരു ഏകദേശം 60% ടോപ്പിക്സ് എന്തായിട്ട് വരും, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് വരും. അതായത് ഈ 108 ഏകദേശം 55 ടോപ്പിക്സ് അങ്ങനെ പോകും. ഇനി ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തത്. അത് 30% വരത്തുള്ളൂ. ഏകദേശം 34 ടോപ്പിക്സ് വരും. ആൻഡ് നമുക്ക് ടോട്ടലി ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ലെസ് ഇമ്പോർട്ടൻറ്റും കൂടെ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 89 ടോപ്പിക്സ് അവിടെ കവർ ചെയ്ത് പോകും.
ഓക്കെ, ഇനി ഏറ്റവും അവസാനമുള്ള വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു 10% മാത്രമേ ഇവർ വരാറുള്ളൂ. അങ്ങനെ ഒരു 19 ടോപ്പിക്സ് ആണ്. അതായത് മൊത്തം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ സബ്ജക്റ്റാണ് RCC എന്ന് പറയുന്നത്. അപ്പോൾ RCC നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഗേറ്റ് എക്സാമിന് നമ്മൾ ആസ്പെക്ട് എടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് RCC എടുക്കുമ്പോഴത്തേക്ക് RCCയിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും ഉണ്ട്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ഉണ്ട്. രണ്ടും അറിഞ്ഞിരിക്കണം. അതിൽ ഫ്ലെക്ചർ ആണ് ആദ്യത്തെ, അതായത് ബീമിൻ്റെ ഫ്ലെക്ചറൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ്. സിംഗിളി റീഇൻഫോഴ്സ്ഡ്, ഡബിളി റീഇൻഫോഴ്സ്ഡ് ഒക്കെ ഇവിടെ വരും. പിന്നെ നമുക്ക് ഷിയർ ഡിസൈൻ ആണ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ചോദ്യം എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നതാണ്. ദെൻ സ്ട്രെസ് അനാലിസിസ്, അതായത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് അനാലിസിസ് നിന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ലോസസ് ഇൻ പ്രീ സ്ട്രെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ RCCയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ഫസ്റ്റ് RCC പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ആദ്യം പഠിക്കേണ്ടത് ലിമിറ്റ് സ്റ്റേറ്റും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൻ്റെ ബേസിക്സ് പഠിക്കുക. അത് കഴിഞ്ഞ് ഫ്ലെക്ചറൽ ഡിസൈൻ, ഷിയർ ഡിസൈനിലേക്ക് കടങ്ങുക. പിന്നെ നമുക്ക് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നോക്കാം. വെൽഡഡ് കണക്ഷൻസ്, ബോൾട്ടഡ് കണക്ഷൻസ്, പ്ലാസ്റ്റിക് അനാലിസിസ്. ഇതിൽ ഒരു പടിക്ക് മുന്നിൽ നിൽക്കുന്നത് പ്ലാസ്റ്റിക് അനാലിസിസ് തന്നെയാണ്. ഗേറ്റ് എക്സാമിന് പ്ലാസ്റ്റിക് അനാലിസിസ് പഠിക്കുക. അത് പല രീതിക്ക് ക്വസ്റ്റ്യൻ മാറി മാറി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വെൽഡഡ് കണക്ഷൻസും ബോൾട്ടഡ് കണക്ഷൻസും ആണ്. അതിനുശേഷം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ജോമെട്രിക്കൽ ഡിസൈനിലേക്കാണ് വരാം. അപ്പോൾ ജോമെട്രിക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ എക്സാമുകളും, ഗേറ്റ് എന്നല്ല ഏതൊരു എക്സാം എടുത്താലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൈഡ് ഡിസ്റ്റൻസ് വരും, സൂപ്പർ എലിവേഷൻ വരും, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കർവ്സ് വരും. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങളില്ലാത്ത ഒരു ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ഡിസൈൻ ആസ് പെർ IRC 37 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ക്ലബ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. റിജിഡ് പേയ്മെൻറ്റ് ആസ് പെർ IRC 58 അതും ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് റെയിൽവേയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണ്ട് ഡെഫിഷ്യൻസി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാർഷൽ മെത്തേഡ് ഓഫ് മിക്സ് ഡിസൈൻ ഗേറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നതാണ്, പക്ഷേ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അതുകൊണ്ട് അത് പഠിക്കുന്നതിൽ തെറ്റില്ല. ദെൻ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ സിഗ്നൽ ഡിസൈൻ, വെബ്സ്റ്റേഴ്സ് മെത്തേഡിൽ സിഗ്നൽ ഡിസൈൻ, ചിലപ്പോൾ സിഗ്നൽ ഡിസൈനോ ചിലപ്പോൾ ഗ്രീൻ ടൈമോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഈ എഫക്റ്റീവ് സ്ട്രെസ് ഇവിടെ തൊട്ടാണ് ശരിക്കും നമുക്ക് തുടങ്ങാം. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് പഠിച്ചാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്സ് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? കൺസോൾട്ടേഷൻ ആവട്ടെ ഒക്കെ നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പിന്നെ പെർമിയബിലിറ്റിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സീപ്പേജ്, ദെൻ കൺസോളിഡേഷൻ, ഷിയർ സ്ട്രെങ്ത്, എർത്ത് പ്രഷർ, ഷാലോ ഫൗണ്ടേഷൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, ഡീപ്പ് ഓർ പൈൽ ഫൗണ്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ ജിയോ ടെക്നിക്കൽ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിയോ ടെക്നിക്കൽ നിങ്ങൾ പഠിക്കാനെടുക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വാട്ടർ, ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ, BOD, ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഇതിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടറും ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് വേസ്റ്റ് വാട്ടറിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരിക. ദെൻ BODയുടെ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഫ്ലുവൻസിനെ നമ്മൾ വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തുള്ള അതും BODയുടെ കണക്റ്റഡ് അതുമെല്ലാം നോക്കണം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലോ ത്രൂ പൈപ്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, പിന്നെ ഫ്ലോ മെഷർമെൻറ്റ്, ഓപ്പൺ ചാനൽ ഹൈഡ്രോളിക്സ്, ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കാതെ പഠിക്കണം. ദെൻ നമുക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ CPM-ഉം PERT-ഉം. അതിനകത്ത് മിക്കവാറും നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ട് നെറ്റ്വർക്കിൻ്റെ അനാലിസിസ് ആയിട്ട് തന്നെ വരാറുണ്ട്. അപ്പം അതിനകത്ത് CPM-ഉം PERT-ഉം അറിഞ്ഞിരിക്കുക. CPM വെച്ച് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ചിട്ട് ഫ്ലോട്ട് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഈവൻ ടൈംസും ലേറ്റസ്റ്റ് ഈവൻ ടൈംസും എല്ലാം നല്ലൊരു ഐഡിയയോടുകൂടി പോയാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മെക്കാനിക്സ് സോളിഡ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് നിന്ന് സ്ട്രെസ് സ്ട്രെയിൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, തെർമൽ സ്ട്രെസ്, SFD BMD, പ്രിൻസിപ്പൽ സ്ട്രെസ്, കോളംസ്, ഡിഫ്ലക്ഷൻ. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇയാൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ്. ദെൻ നമുക്ക് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇൻഫിൽട്രേഷൻ, ഹൈഡ്രോളിക്സ്, വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് ഒരുവിധം എല്ലാ പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഹൈഡ്രോഗ്രാഫ് ഗേറ്റിനെ സംബന്ധിച്ച് വിടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്.
ദെൻ സ്ട്രക്ചറൽ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനസി, അതായത് ഇൻഡിറ്റർമിനേറ്റ് ആണോ, സ്റ്റാറ്റിക്, കൈനമാറ്റിക്, ഇൻഡിറ്റർമിനസി എല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കും. പിന്നെ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് അനാലിസിസ് 3 മെത്തേഡ്സ് ആണ് മെയിൻലി ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നിന്ന് വരും, കാനീസ് മെത്തേഡിൽ നിന്ന് വരും, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നിന്ന് വരും. അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. Then coming to സർവേയിങ് നമുക്ക് കോമ്പസ് ആൻഡ് ട്രാവേഴ്സിംഗ് ഉണ്ട്, ലെവലിംഗ് ഉണ്ട്, ഫോട്ടോഗ്രാമെട്രി ഉണ്ട്. ഫോട്ടോഗ്രാമെട്രിയിൽ നിന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ നമുക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ഇത്രയും നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിലെയും പറഞ്ഞത്. ഇനി നമുക്ക് കമ്മിങ് ടു ലെസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, അതായത് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ് വെയിറ്റേജ് കൊടുക്കേണ്ട ടോപ്പിക്സ്. RCC എടുത്തു കഴിഞ്ഞാൽ കോളത്തിൻ്റെ ഡിസൈൻ, അതുപോലെ ഡബിളി റീൻഫോഴ്സ്ഡ് ആൻഡ് ഫ്ലാൻസ്ഡ് ബീംസ്. ഡബിളി റീൻഫോഴ്സ്ഡ് ബീമും ഫ്ലാൻസ്ഡ് ബീംസും സിംഗ്ലി പഠിച്ച് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ദെൻ ബോണ്ട് ആൻഡ് ആങ്കറേജ് ആണ് അടുത്തത്. ദെൻ നമുക്ക് സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ ടെക്യോമെട്രി, എറേഴ്സ്, ദെൻ കർവ്സ്, ഫണ്ടമെന്റൽസ് ആൻഡ് ചെയിൻ സർവേയിങ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അഗെയിൻ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിജിഡ് പേയ്മെന്റിന്റെ ജോയിൻസ്, പേയ്മെന്റ് മെറ്റീരിയൽസ്, റൺവേ ലെങ്ത് നമ്മുടെ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ, ട്രാഫിക് എഞ്ചിനീയറിംഗിൽ റോട്ടറി ഇന്റർസെക്ഷൻ, അത് നമുക്ക് ഇക്വേഷൻ ഒക്കെ ഉണ്ട് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള, അതൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ നമുക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ എയർ പൊല്യൂഷനും സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റും ആണ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ ജിയോ ടെക്നിക്കൽ എടുത്തു കഴിഞ്ഞാൽ ബേസിക് പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ വോയിഡ് റേഷ്യോ, അത് പഠിക്കേണ്ടതെന്നല്ല, അത് പഠിച്ചു വെച്ചാലേ പല കാര്യങ്ങളും നമുക്ക് പെർമിയബിലിറ്റി ആണെങ്കിലും പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും ബേസിക് പ്രോപ്പർട്ടീസിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഒരു പ്രിഫറൻസ് രണ്ടാമത് കൊടുത്താൽ മതി. ദെൻ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, സോയിൽ ക്ലാസിഫിക്കേഷൻ, വെർട്ടിക്കൽ സ്ട്രെസ്, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ്, കോമ്പാക്ഷൻ, ഇതൊക്കെ സെക്കൻഡ് സ്റ്റേജിൽ പഠിച്ചാൽ മതി. ദെൻ സ്ട്രക്ചറൽ അനാലിസിസിനകത്ത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, RHS ആണ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തുള്ളത്. ഓക്കെ, ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്, ബോയൻസി, ലാമിന ഫ്ലോ, ഡൈമെൻഷണൽ അനാലിസിസ്, കൈനമാറ്റിക്സ്, ഇത്രയുമാണ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്, ടോർഷൻ, ഈ ടോർഷനും ഒക്കെ നമുക്ക് കുറച്ചൊരു വെയിറ്റേജ് കുറവാണ്. ദെൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ വെൽ ഹൈഡ്രോളിക്സ്, പ്രസിപ്പിറ്റേഷൻ. ദെൻ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് 10% മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടോപ്പിക്സിലേക്ക് വരുവാണെങ്കിൽ സ്ലാബും ഫൂട്ടിങ്ങും ആണ് RCCയിൽ. ദെൻ സർവീസബിലിറ്റി, അതായത് ഡിഫ്ലക്ഷനും ക്രാക്കിങ്ങും ഒക്കെ വരുന്ന നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ക്രൈറ്റീരിയ ആണ് അടുത്തത്. ദെൻ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് ഗേർഡേഴ്സ് ആണ്, റൂഫ് പ്ലേറ്റ് ഗേർഡേഴ്സ് ഒക്കെയാണ് ലാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ജിയോ ടെക്നിക്കലിൽ സോയിൽ എക്സ്പ്ലോറേഷൻ, മിനറൽ സ്ട്രക്ചർ, അതായത് നമ്മുടെ ഓരോ ഇപ്പോൾ ക്ലേ, നമ്മുടെ മോർലോണൈറ്റിൻ്റെ ഒക്കെ മിനറൽ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഹൈവേ കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻസ് കുറവാണ്. ദെൻ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, നമുക്ക് അതിനകത്ത് ആ ഒരു DO മാത്രമാണ്, വാട്ടറിലേക്ക് നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ ആ DOയുടെ ഒരു പ്രോബ്ലം മാത്രമേ ചോദിക്കുക, ബാക്കിയെല്ലാം തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. വാട്ടർ ഡിമാൻഡ്, ഡിസൈൻ ഓഫ് സീവേഴ്സ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ ബൗണ്ടറി ലെയർ, ഡ്രാഗ്, ലിഫ്റ്റ്, ഇത് രണ്ടുമാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പ്രഷർ വെസൽസ്, അതായത് നമ്മുടെ തിക്ക് ആൻഡ് തിൻ സിലിണ്ടേഴ്സ് പോർഷൻ ആണ് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഡാം, സീപ്പേജ് തിയറി, കനാൽ ഡിസൈൻ, ഫ്ലഡ് റൗട്ടിങ്, ഇതൊക്കെ നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോഡേൺ സർവേയിങ്, GIS, GPS, ദെൻ ട്രയാങ്കുലേഷൻ, പ്ലെയിൻ ടേബിൾ, അങ്ങനെ മിസ്സലേനിയസ് നമ്മുടെ എന്താ പറയുക മൈനർ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ വരുന്ന ടോപ്പിക് എല്ലാം ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സർവേയിങ്ങിനകത്ത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ടോപ്പിക് വൈസ് ഒരു അനാലിസിസ്, അതായത് സബ്ജക്ട്സ് കുറച്ചെടുത്തു. ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യു ക്യാൻ ക്ലാസിഫൈ ദ ടോപ്പിക്സ് ഇൻറ്റു എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ലെസ് ഇമ്പോർട്ടൻറ്റ്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ മൂന്നായിട്ട് അപ്പം നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻസ് കൂടിയ ടോപ്പിക്സ് എടുത്ത് കൂടുതൽ സമയം ക്വസ്റ്റ്യൻസിനും ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസിനും അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ ആ ഒരു വെയിറ്റേജ് പിന്നെയും കുറഞ്ഞു വരും. ലെസ് ഇമ്പോർട്ടൻറ്റ് കുറച്ചും കൂടി, ലീസ്റ്റ് ഇമ്പോർട്ടൻസ് തീരെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാനല്ല പറയുന്നത്, ലൈക്ക് നിങ്ങൾ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് അതിനനുസരിച്ച്, അതായത് കൂടുതൽ സമയം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ പഠിച്ചു നോക്കും, കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് നമ്മൾ കുറേ വലിയൊരു സിലബസ്, വാസ്റ്റ് സിലബസ് എടുത്തിട്ടിട്ട് ആ സിലബസിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് അറിയാതെ പഠിക്കുന്നതിലും ഭേദം സിസ്റ്റമാറ്റിക്കായിട്ട് ഇഫ് യു ക്ലാസിഫൈ ദ ടോപ്പിക്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസുമായിട്ട് നമ്മുടെ SSC, JEE, RRB, JEE ഒക്കെ സ്ട്രാറ്റജി ആയിട്ട് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.